കേരളത്തിലെ LDF സർക്കാർ 2021 മെയ് മാസത്തിലാണ് അധികാരത്തിൽ വന്നത്. അതിൻ്റെ 4ാം വാർഷികം പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം 2016 മെയ്യിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് 2021 LDFന് ജനങ്ങൾ തുടർഭരണം സമ്മാനിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 2016 മുതലുള്ള LDF ഭരണം 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇവിടെ സ്വാഭാവികമായും 2016 അവസ്ഥയും ഇപ്പോഴുള്ള കേരളത്തിൻ്റെ നിലയും ആരും താരതമ്യപ്പെടുത്താൻ തയ്യാറാണ്. അങ്ങനെ താരതമ്യപ്പെടുത്തുന്ന ഏതൊരാൾക്കും എല്ലാ മേഖലയിലുമുള്ള നാടിൻ്റെ വലിയ പുരോഗതിയാണ് കാണാൻ സാധിക്കുക. ഞങ്ങൾ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാസക്കാലത്തിലധികമായി ഈ വാർഷികാഘോഷ പരിപാടികളുമായി 13 ജില്ലകളിലും ഇതേപോലുള്ള പരിപാടികൾ നടത്തി വരികയാണ്. 14ാമത്തെ ജില്ലയും ഇന്നോടെ പൂർത്തിയാകുന്നു. ഈ പരിപാടിയുടെ സമാപനം ഇവിടെ കുറിക്കുന്നു. ഈ പരിപാടിയിൽ ഇടയ്ക്കൊരു മാറ്റിവെക്കൽ വേണ്ടി വന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഗൗരവമായ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ ഘട്ടത്തിൽ സർക്കാരിൻ്റേതായ ആഘോഷ പരിപാടി തുടരുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് തൽക്കാലം പരിപാടി മാറ്റിവെച്ചിരുന്നു. എന്നാൽ വേഗം തന്നെ നമുക്ക് സാധാരണ നില പുനഃസ്ഥാപിക്കാനായി നേരത്തെ നിശ്ചയിച്ചതുപോലെ പരിപാടികൾ തുറന്നു നടത്താനായി. ഒരു പരിപാടിയാണ് ഈ ജില്ലാതല പരിപാടി മാറിപ്പോയത്. അതും പിന്നീട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഈ പരിപാടിയിൽ 2 ഭാഗമായാണ് പരിപാടി നടന്നിരുന്നത്. ഒന്ന് രാവിലത്തെ ഒരു യോഗം, ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്ത 500ഓളം ആളുകൾ പങ്കെടുക്കുന്നൊരു യോഗം. ആ യോഗത്തിലൊക്കെ എല്ലാ മേഖലകളിൽ നിന്നും നല്ല പ്രതികരണം ഉയരുന്നതാണ് കണ്ടത്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ശരിയായൊരു ദിശാബോധം എല്ലാവരും ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞു. വൈകുന്നേരത്തെ ഇതുപോലുള്ള റാലികൾ വൻ ജനപങ്കാളിത്തത്തോടെയാണ് എല്ലാ ജില്ലകളിലും നടന്നത്. അപ്പോൾ കേരളത്തിൽ
ജനങ്ങൾ പൊതുവിലെങ്ങനെ കേരളത്തിലുണ്ടായ മാറ്റവും പുരോഗതിയും സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായാണ് വൈകുന്നേരത്തെ ഈ മഹാ റാലികൾ കാണാൻ കഴിഞ്ഞത്.